പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജാനുവരി മാസം 9-ാം തീയതി വ്യാഴാഴ്ച. ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ഏവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. ദ എപ്പിസ്റ്റിൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 17 നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾ പോലെ അവൻ മാറിപ്പോകുന്നവൻ അല്ല. നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. പലപ്പോഴും പല കൂട്ടായ്മകളിലും ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന വാക്യങ്ങളിൽ ഒരു വാക്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കുമായി വളരെ ഹ്രസ്വവും ഗഹനവുമായ ഒരു ലേഖനമാണ് കൊടുത്തത്. ഈ വാക്യത്തിന് ഒരു വലിയ പശ്ചാത്തലമുണ്ട്. 12-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആ പരീക്ഷ സഹിച്ച് വിജയിച്ച് അത് തെളിയിച്ചു കഴിയുമ്പോൾ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം അവൻ പ്രാപിക്കും. അപ്പോഴും ഒരു കാര്യം കൂടെ ഓർക്കണം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് നമുക്ക് ഓരോ പരീക്ഷകളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവം എന്നെ എന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നേ എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. പറയുകയാണ്, നമുക്കങ്ങനെ ദോഷങ്ങളുടെ പരീക്ഷകൾ വരുന്നത്, താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നു, നാം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. തന്മൂലമാണ് നമ്മൾ വേണ്ടാത്ത എന്തൊക്കെയോ അങ്ങ് സ്വപ്നം കാണുകയാണ്. നമ്മുടെ മോഹങ്ങൾക്ക് അതിരുകളില്ല. അത് നാം പരിധിയില്ലാതെ മോഹിച്ച് അറിയാതെ പാപത്തിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് എന്താണ്? അതിന്റെ പരിണിത ഫലമാണ് പരീക്ഷ നേരിടുക എന്നുള്ളത്. ഇത്രയും പറഞ്ഞിട്ടാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 17-ാം വാക്യം പറയുന്നത്, ഇതൊക്കെ നാം തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നത് നല്ല ദാനങ്ങളാണ്, തികഞ്ഞ വരങ്ങളാണ്. അല്ലാതെ നാം പറയുന്ന ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നുമല്ല. എന്നിട്ട് അതിന്റെ അവസാന ഭാഗമാണ് കാതലായ വാക്യം, അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. നിഴൽ മാറി മറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം മാറിപ്പോകുന്നവനല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതായത് സാഹചര്യം അനുസരിച്ച് തമ്പുരാന് മാറ്റമില്ല. ഇത് ഇവനിരിക്കട്ടെ, ഇത് ഇവൾക്കിരിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഇന്നതുപോലെ ചെയ്തു, ഇന്നതുപോലെ പ്രവർത്തിച്ചു, അതുകൊണ്ട് ഇന്നത് ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ മാറിയും കയറി ഇടപെടുന്ന ദൈവമല്ല. വചനം പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. അതുകൊണ്ട് നിഴല് മാറുന്നത് പോലെ സ്വഭാവം മാറുന്നവനല്ല നമ്മുടെ ദൈവം. വചനം പറയുന്നുണ്ട്, മനുഷ്യനല്ലല്ലോ സ്വഭാവം മാറാൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ രൂപവും ഭാവവും സാഹചര്യത്തിനനുസരിച്ച് മാറും. അടുപ്പിച്ച് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ
ദൈവത്തോട് പോലും നമ്മുടെ സംബോധനാ രീതിയും പ്രാർത്ഥനാ രീതിയും ഒക്കെ അങ്ങ് മാറിപ്പോകും. അപ്പൊ പിന്നെ മനുഷ്യനോട് എങ്ങനെ ആയിരിക്കുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല, മനുഷ്യര് മാത്രമേ ഇങ്ങനെ മാറുകയുള്ളൂ. നമ്മളോട് വാക്കു പറഞ്ഞവര്, സ്നേഹിച്ചവര്, കൂടെ നിന്നവര്, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവര്, നമ്മളെ ആവശ്യങ്ങളിൽ സഹായിക്കാമെന്ന് പറഞ്ഞവര്, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഓരോ അവസരം വരുമ്പോൾ മാറിപ്പോകും. നമുക്കറിയാം, പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ പിന്മാറുകയില്ല. നമുക്കറിയാം, പത്രോസ് ഒറ്റ രാത്രി കൊണ്ട് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ സംഭവം. അതുകൊണ്ട് മനുഷ്യനൊക്കെ സാഹചര്യമനുസരിച്ച് മാറിപ്പോകുമ്പോൾ മാറാത്ത ഒരു ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുവെന്ന് ഈ പ്രഭാതത്തിൽ ജീവജലം ശ്രവിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ബന്ധപ്പെട്ടിട്ടും ഇടപെട്ടിട്ടും നമ്മളുമായി ഇടപെട്ടവരുമൊക്കെ പല പല സന്ദർഭമനുസരിച്ച് വാക്കുകൾ മാറ്റി പറയും, അറിഞ്ഞില്ല എന്ന് നടിക്കും, നമ്മളെ ഇട്ടേച്ച് ഓടിപ്പോകും. അല്ലേ? വെയിലിന്റെ അനുസരിച്ച് നിഴല് നമുക്ക് കാണാം. ആളുകൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് നിഴലുകൾ മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ സൂര്യന്റെ ഉദയാസ്തമനത്തിന്റെ ദിക്കുകളുടെ ദിശ അനുസരിച്ച് നിഴലുകൾക്ക് മാറ്റം വരുന്നു. ഇതെല്ലാം മനുഷ്യനും ഇന്നത്തെ ആളുകളും മാറിയും മറിഞ്ഞും പ്രവർത്തിക്കുകയും നമ്മളോട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന സദൃശ്യങ്ങളാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിനെ ആ നിലയിൽ കൂട്ടണ്ട. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം നൽകുന്നത് നന്മയാണ്, അനുഗ്രഹമാണ്, ഏറ്റവും നന്മയും ഏറ്റവും ധന്യമായതുമാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്നോ രോഗമില്ല എന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളോ ആരോഗ്യ പ്രയാസങ്ങളോ ജോലിയിൽ ബുദ്ധിമുട്ടുകളോ പ്രഷറുകളോ ഒന്നുമില്ല എന്ന് അർത്ഥമില്ല. അതിനെയൊക്കെ നാം പ്രാർത്ഥനയോടെ അതിജീവിക്കുമ്പോഴാണ്, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ, നാം കൊള്ളാകുന്നവരായി തെളിയിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കിരീടം പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും യോഗ്യതയുള്ളവരായി മാറുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം വിശ്വസിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം പിൻപറ്റുന്ന ദൈവം മാറുന്നവനല്ല. സാഹചര്യങ്ങൾക്കും അവസ്ഥയ്ക്കും അനുസരിച്ച് വാക്കുമാറ്റുന്നവനല്ല, വിട്ടുകളയുന്നവനല്ല, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല. ആകയാൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഏകയാണ് എന്ന് ചിന്തയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ സാമ്പത്തികമായും ആൾബലങ്ങളും പല പല മേഖലകളിൽ ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ട്. എന്നെ ഒന്ന് സഹായിക്കാമായിരുന്നു. എന്റെ മകനെ, എന്റെ മകളെ ഒരു കൈത്താങ്ങ് കൊടുത്തായിരുന്നുവെങ്കിൽ അവരിന്ന് രക്ഷപ്പെട്ടേനെ. ഇങ്ങനെയൊക്കെ അവസ്ഥകളിൽ ഞാൻ നിങ്ങൾ കടന്നു പോവുകയും തന്മൂലം ദുഃഖിക്കുകയും ചെയ്യുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വചനം വായിച്ച് അതിൽ ഉറയ്ക്കണം. മനുഷ്യരൊക്കെ മാറിപ്പോകും. നിഴലുകൾക്ക് തുല്യമായി അവരുടെ വാക്കുകളും സ്നേഹങ്ങളും വാഗ്ദത്തങ്ങളും അവർ കൈയടിച്ച് പ്രോമിസ് ചെയ്തൊക്കെ മാറിപ്പോകും. പക്ഷേ ആരെല്ലാം മാറിയാലും യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ പെറ്റമ്മ പോലും തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നാലും തള്ളിക്കളയാത്ത, മറക്കാത്ത, മാറാത്ത, മാറ്റമില്ലാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളിലുമുള്ളവരോട് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, അതെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പരീക്ഷകൾ, പ്രശ്നങ്ങൾ, അത് പ്രിയമുള്ളവരെ
ദൈവം നിങ്ങൾക്ക് ദോഷം നിന്ന് പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് എല്ലാ നന്മകളും ദാനങ്ങളും വരങ്ങളുമാണ് തമ്പുരാൻ തരുന്നത്. സാഹചര്യം അനുസരിച്ച് വാക്കുമാറ്റി നിങ്ങളെ വേദനിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഈ മാറ്റമില്ലാത്ത ദൈവത്തെ ആത്മാർത്ഥമായി പിൻപറ്റിക്കൊണ്ട് ആ കർത്താവിന്റെ കാൽ ചൂടുകൾ അനുഗമിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. വേദനയിലോ സങ്കടത്തിലോ വിഷമത്തിലോ ഭാരത്തിലോ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ യുവജന സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ദൈവ പൈതലേ, നിങ്ങൾ കണ്ടുമുട്ടിയവരൊക്കെ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളിലും വിവിധ സായാഹ്നങ്ങളിലും വിട പറയും. എന്നാൽ ഒരവസ്ഥയിലും നിങ്ങളെ വിട്ടുപോകാത്ത ആ തമ്പുരാന്റെ കരങ്ങളിൽ ബലമായി പിടിക്കുക, മുറുക്ക പിടിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. നിശ്ചയമായും നിങ്ങളെ എത്തേണ്ടിടത്തെത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ വിവിധ പരീക്ഷകളും പ്രശ്നങ്ങളും നേരിടുമ്പോൾ ഞങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയും പലപ്പോഴും പിറുവിറുക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ യാക്കോബ് അപ്പോസ്തലൻ ഇന്ന് ഞങ്ങളെ വളരെ വ്യക്തമായി വചനത്തിൽ കൂടെ ഓർപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, മറിച്ച് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവും മാത്രം നൽകുന്ന ഒരു നല്ല സ്നേഹമുള്ള ദൈവമാണെന്നും പിതാവാണെന്നും മാത്രമല്ല, ഈ ലോകത്തിൽ ആരെല്ലാം മാറിപ്പോയാലും നിഴല് പോലെ ചാഞ്ചാടി നിന്നാലും ഒരു സാഹചര്യത്തിലും ഞങ്ങളെ വിട്ടുമാറാതെ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന നല്ല ഇമ്മാനുവേലാണെന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ജീവിതത്തിന്റെ വേദനകളിൽ നിരാശകളിൽ ഇന്ന് ഈ ദൈവജനം കേൾക്കുന്ന പ്രായഭേദമന്യേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണമേ. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവജനത്തിൽ നിന്ന് കേട്ടതുപോലെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്ക് ഏറ്റവും നല്ലത് തരുന്ന ദൈവമാണ്. തികഞ്ഞ വരമെല്ലാം തമ്പുരാനിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ മാറിപ്പോകും, പ്രിയപ്പെട്ടവർ മാറിപ്പോകും, രക്തബന്ധങ്ങൾ അകന്നു നിൽക്കും. എന്നാൽ നമ്മളെ വിട്ടുമാറാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ നിങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാണ്. 2025 ഈ 9-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം തമ്പുരാൻ തന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, മുൻപോട്ട് നടത്തുവാൻ മതിയായവനാ. നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ പ്രയാസം, കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബ വിഷയം, ജോലി വിഷയം, ആരോഗ്യ വിഷയം, സാമ്പത്തിക വിഷയം സമസ്തവും കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുക. പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കുക. നിഴൽ പോലെ മാറുന്ന മനുഷ്യരിലല്ല ഞാൻ നിങ്ങളും ആശ്രയിക്കേണ്ടത്, മാറ്റമില്ലാത്ത ദൈവത്തിലാണ്. ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ ദിനം എന്നെ കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമാവട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.